അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഉപകാരപ്പെടുന്ന ഒരു അമലാണ്. അതായത് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന നമുക്കറിയാം. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 3 ഇസ്മുകളാണ്. ഈ 3 ഇസ്മുകൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഒരിക്കലും അത് ശരിയാകില്ല, നടക്കില്ല എന്ന് പലരും നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു തആല തീപാറും വേഗത്തിൽ അത് നിങ്ങൾക്ക് നടത്തിത്തരും, നിങ്ങൾക്കത് നിറവേറ്റിത്തരും. നിങ്ങൾ ഈ ഒരു ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലി നോക്കൂ. പലരും ചൊല്ലുന്നവരുണ്ടാകും, പലർക്കും ഫലം കിട്ടിയിട്ടുണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞതാണ്, നിങ്ങൾക്കെന്തെങ്കിലും ആവശ്യങ്ങൾ നടന്നു കിട്ടാനുണ്ടെങ്കിൽ, നിറവേറി കിട്ടാനുണ്ടെങ്കിൽ എൻ്റെ പേരുകൾ പറഞ്ഞ് നിങ്ങൾ എന്നോട് പറയുക, എന്നോട് ദുആ ചെയ്യുക. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഹൈറാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും, നടത്തിത്തരും അല്ലാഹു സുബ്ഹാനഹു തആലയാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കുന്നോളം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ, മോശം സ്വഭാവമുള്ള ആളുകൾ, മാത്രമല്ല നമുക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുള്ളവരാണ്, ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരാണ്, ഒരുപാട് ആവശ്യങ്ങൾ നടന്നു കിട്ടാനുള്ളവരാണ്. എന്നാൽ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ 3 ഇസ്മുകൾ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണേ. ഈ 3 ഇസ്മുകൾ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മു മതി നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മഹത്വമേറിയ അള്ളാഹുവിൻ്റെ ഈ ഇസ്മ നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലണം, അതുപോലെ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഏത് സമയമാണ് ചൊല്ലേണ്ടത്, ഈ ഇസ്മിൻ്റെ അർത്ഥം എന്താണ്, ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ അധികം ഉപകാരപ്പെടുന്ന 3 ഇസ്മുകളാണ്. ഈ 3 ഇസ്മുകൾ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ അത് തീരാ നഷ്ടം എന്ന് തന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ഇസ്മ നമുക്ക് ജീവിതത്തിൽ പതിവായി ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ മുറാദുകളും എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, അതായത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകട്ടെ. എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമൊക്കെ ഒരുപാട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 ഇസ്മുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ ഒന്നാമത്തെ ഇസ്മ, ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് പല ആളുകളും പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ ഒരു കാര്യവും നടന്നു കിട്ടുന്നില്ല, എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ സംഭവിക്കുകയാണ്. അതുപോലെ ഒരുപാട് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ വലിയ ഒരു പ്രയാസമാണ് അവരുടെ ചില പ്രയാസങ്ങൾ, ചില പ്രശ്നങ്ങൾ. അത് പുറത്തു പോലും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും. പറയാൻ പറ്റും, എന്നാലും അവർക്ക് വലിയ മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആരോടും അത് അവർ പറയില്ല. അതായത് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലുള്ള എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ ആയിരിക്കും. എന്നാൽ അവർക്ക് അത് പറയുന്നതിൽ വളരെ വലിയ കുറച്ചിലായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ നിങ്ങൾ എല്ലാം റബ്ബ് സുബ്ഹാനഹു തആലയോടാണ് പറയേണ്ടത്. അവരൊക്കെയും ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആ പ്രയാസങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സമ്പത്ത് വേണം.
സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച വേണം. അത് ഒരു ആഗ്രഹമാണ്, അതിലൊരു തെറ്റുമില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോഴത്തെ ഈ കാലത്ത്, ഇപ്പോഴത്തെ സമയത്തൊക്കെ സ്ത്രീകളും പൊതുവെ ഇപ്പോൾ കൂടുതലും വാഹനം ഓടിക്കുന്നവരാണ്. അതുകൊണ്ട് സഹോദരിമാർക്കും സഹോദരന്മാർക്കൊക്കെ വലിയൊരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത്. അതുപോലെ സ്വന്തമായിട്ടൊരു വീട്, മക്കളില്ലാത്തവർക്ക് മക്കൾ, സ്വാലിഹായ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മക്കൾ നല്ലവരാകുക, ഉള്ള മക്കൾ നല്ല സ്വാലിഹ്യങ്ങളായ മക്കളാകുക. മാത്രമല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ അവർക്കിഷ്ടപ്പെട്ട നല്ല അനുയോജ്യമായ സ്വാലിഹ്യങ്ങളായ നല്ലൊരു ഇണയെ വിവാഹം കഴിച്ച് കിട്ടുക. ഇതൊക്കെയും പല ആളുകളുടെയും ഒരു ആഗ്രഹമാണ്, വലിയൊരു സ്വപ്നമാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട ഒരു ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി. ആ ഇസ്മാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഇസ്മ ഏതാണ് എന്നറിയണ്ടേ? യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് 7 ദിവസമാണ്. എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നറിയണ്ടേ? ഇത് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് 501 പ്രാവശ്യം ചൊല്ലുക. 501 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട്, ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ നടത്തിത്തരണേ റബ്ബേ. എൻ്റെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ റബ്ബേ. എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ റബ്ബേ. ഐശ്വര്യം നൽകണേ റബ്ബേ. ബറക്കത്ത് നൽകണേ റബ്ബേ. വിജയം നൽകണേ റബ്ബേ. ഇങ്ങനെ നിങ്ങളുടെ എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മിന്നൽ വേഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റി തരുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ ഈ ഇസ്മിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ അർഹമർ റാഹിമീൻ. എന്താണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്? കരുണയുള്ള റബ്ബേ, ഈ ലോകത്ത് ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനും, എന്നാൽ നാളെ പരലോകത്ത് ഭയപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന അല്ലാ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഒരു ഇസ്മ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാത്ത ഒരു ആഗ്രഹങ്ങളും ഉണ്ടാകില്ല. നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നിറവേറ്റി തരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ട് മുറുകെ പിടിക്കുക, അത് ജീവിതത്തിൽ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി രണ്ടാമത്തെ ഇസ്മ. ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ, കുന്നോളം കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ, എല്ലാ കാര്യത്തിലും തടസ്സമാണ്, ഒരു കാര്യവും നടന്നു കിട്ടുന്നില്ല, അതുപോലെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് പ്രയാസപ്പെടുകയാണ്, എന്നും രോഗമാണ്, എന്നും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്, ജോലിയില്ല, ഉള്ള ജോലിയിൽ ശമ്പളമില്ല, മാത്രമല്ല ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, ബറക്കത്തില്ല, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ അവിടുത്തെ കിതാബിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഇസ്മ 7 ദിവസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ, അല്ലാഹുവേ, എൻ്റെ കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ, എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ റബ്ബേ, രോഗങ്ങൾ മാറ്റിത്തരണേ റബ്ബേ, ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റബ്ബേ, സന്തോഷവും സമാധാനവും ബറക്കത്തും നൽകണേ റബ്ബേ, ദാരിദ്ര്യം കൊണ്ട് നീ പരീക്ഷിക്കല്ല റബ്ബേ, ജീവിതത്തിൽ സമ്പത്ത് നൽകണേ റബ്ബേ. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രയാസമാണോ അത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് നടത്തിത്തരും.
നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. ഏതാണ് ആ ഇസ്മ്? യാ ബാരിഉ യാ അല്ലാ, യാ ബാരിഉ യാ അല്ലാ, യാ ബാരിഉ യാ അല്ലാ. ഈ ഇസ്മാണ് നിങ്ങൾ തുടരെ 7 ദിവസം 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. എന്താണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്? ശമനം നൽകുന്നവനെ, കടങ്ങൾ മാറ്റിത്തരുന്നവനെ, രോഗങ്ങൾ ശിഫയാക്കിത്തരുന്നവനെ, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നിങ്ങൾ ഈ ഇസ്മ് 100 പ്രാവശ്യം 7 ദിവസം തുടരെ ചൊല്ലുക. ചൊല്ലേണ്ട സമയം ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് ചൊല്ലേണ്ടത് എന്ന് മഹത്തുക്കൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. ഇനി 3-ാമത്തെ ഇസ്മ്. ഈ ഇസ്മ് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. അതായത് പല ആളുകളും തെറ്റ് ചെയ്യണ്ട എന്ന് അവരുടെ മനസ്സിൽ കരുതിയെങ്കിലും പലരും തെറ്റിലേക്ക് പോകും. അതായത് ശൈത്താൻ്റെ ശല്യം കൊണ്ട് അവർ ചെയ്യണ്ട എന്ന് ഉറപ്പിച്ച തെറ്റുകൾ പോലും വീണ്ടും 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 അത് ചെയ്ത് അവർക്കതൊരു ലഹരിയായി, ജീവിതത്തിൽ അതൊരു ശീലമായി, അത് ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതായത് പല തെറ്റുകളും ചെയ്ത് അത് ശീലമായവർ, അതായത് കള്ളിന്, കഞ്ചാവിന്, ലഹരിക്ക്, പെണ്ണിന്, വ്യഭിചാരം ചെയ്യുന്നവർ, കളവ് നടത്തുന്നവർ, ഇതൊക്കെയും ചില ആളുകൾക്ക് അവരുടെ ലൈഫിൽ അതൊരു ശീലമായിട്ടുണ്ടാകും. അത് എടുത്തു മാറ്റാൻ കഴിയാതെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടാവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഇസ്മ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അത്തരത്തിലുള്ള തെറ്റിലേക്ക് പോകുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. മാത്രമല്ല, മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വെള്ളപ്പാണ്ട്, ക്ഷയരോഗം, കുഷ്ഠരോഗം, ക്യാൻസർ രോഗം, ഇത്തരത്തിലുള്ള മാറാരോഗങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും, ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗം എളുപ്പത്തിൽ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറാനൊക്കെ ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ മതി. മാത്രമല്ല, മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, എന്നും ടെൻഷനോടുകൂടി ജീവിക്കുന്ന ആളുകൾ, അതുപോലെ സ്വഭാവം നന്നാകാൻ, മക്കളുടെ സ്വഭാവം നന്നാകാൻ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ, അങ്ങനെ സ്വഭാവം നന്നായി നല്ലൊരു മനുഷ്യരാകാനും ഈ ഇസ്മ ചൊല്ലിയാൽ മതി. ഏതാണ് ആ ഇസ്മ്? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമായ യാ മജീദു യാ അല്ലാ, യാ മജീദു യാ അല്ലാ, യാ മജീദു യാ അല്ലാ. ഈ ഒരു ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ 101 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരും. മാത്രമല്ല, എല്ലാ ചെറുതും വലുതുമായ തെറ്റിലേക്ക് പോകുന്നതിൽ നിന്നും നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കും. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാവൽ നൽകും. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ എളുപ്പത്തിൽ ശിഫയാകും. പിശാചിൻ്റെ ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടും. ദുസ്വഭാവമുള്ളവരുടെ സ്വഭാവശീലം മാറി നല്ല ഒരു മനുഷ്യരായിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞ 3 ഇസ്മുകൾ നിങ്ങൾ ജീവിതത്തിൽ മറക്കാതെ ചൊല്ലുക, അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഖൈറും ബറക്കത്തും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മാത്രമല്ല, അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രമിക്കുക, കാണാതെ പഠിക്കുക. അതുപോലെ എല്ലാ ദിവസവും 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ അസ്മാഉൽ ഹുസ്ന മുഴുവനായിട്ടും ചൊല്ലാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ 3 ഇസ്മുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.